നമസ്കാരം. നമസ്തേ. ബിനീഷ് കോടിയേരി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്നുള്ള തരത്തില്. കാരണം അദ്ദേഹം നിരന്തരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഏകദേശം വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വം സിപിഎം പുതുക്കി നൽകിയിരുന്നില്ല. പിന്നീട് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം വന്നപ്പോൾ പാർട്ടി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലും ഇടപെടുന്നു. പാർട്ടി അംഗത്വം പുതുക്കി കൊടുക്കുന്നു. അപ്പോൾ ബിനീഷ് കോടിയേരി ഒറ്റയ്ക്കാണോ? ബിനീഷ് കോടിയേരിയുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ബിനീഷ് കോടിയേരി പിണറായി വിജയൻ ഭയക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ബിനീഷിന്റെ പക്കലുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും ചർച്ചാ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ബിനീഷ് പിന്നെ പിണറായി വിജയൻ ഭയക്കുന്ന പോലെ ഭയപ്പെടേണ്ട പോലെ എന്തെങ്കിലും ബിനീഷിന്റെ കയ്യിലുണ്ടോ? ദിനേശ് കോടിയേരി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുകയാണ്. അദ്ദേഹം ലൈംലൈറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പണ്ടൊക്കെ ബിനീഷ് കോടിയേരി എന്ന പേര് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ എങ്ങനെ ആകരുത് എന്നുള്ള ഒരു ഒരു വിശകലനങ്ങളിലാണ് ബിനീഷ് കോടിയേരിയുടെ പേര് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അല്ലാതെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകൻ മാതൃകാപരമായിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിലല്ല ബിനീഷ് കോടിയേരിയുടെ പേര് പണ്ടൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പഴയ ആ ഒരു ഇമേജ് ഏതാണ്ടൊക്കെ ആൾക്കാർ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ കാലം തുടച്ചു മാറ്റാത്ത ഒരു ആരോപണങ്ങളും ഇല്ല. ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്ന വ്യക്തി. ആ വ്യക്തി ഇന്ന് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വിക്ടിമിന്റെ ഒരു ഇരയുടെ ഒരു പരിവേഷമുണ്ട്. അതായത് അദ്ദേഹത്തിനെതിരായ കേസ് തള്ളിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2023 എന്തോ ആണ് ആ കേസിൽ നിന്നും പുള്ളി കുറ്റവിമുക്തനാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്കിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയല്ലേ ഫൗസ്റ്റ്? ആ കേസിൽ എനിക്ക് തോന്നുന്നു നിലവിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെതിരെ ബാംഗ്ലൂരിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നതും പലതരത്തിലുള്ള കാര്യങ്ങളൊന്ന് ആരോപിച്ചിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ CPM പറഞ്ഞത് അത് പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല, കോടിയേരി നിലപാടെടുക്കട്ടെ എന്നുള്ള തരത്തിലൊക്കെ നിലപാടായിരുന്നു അന്ന് CPM പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോ ഇപ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, വീണയുടെ കാര്യത്തിൽ വീണ വിജയൻ എന്ന അല്ലെങ്കിൽ വീണ എന്ന വ്യക്തിയുടെ കാര്യത്തിൽ CPM സ്വീകരിച്ച ഒരു അമിതാവേശം, അവിടെ അവരുടെ വീടിൽ റെയ്ഡിന് വന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ കാണിച്ച ഒരു ആവേശമൊന്നും, അല്ലെങ്കിൽ വീണയെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വിവിധ കേസുകൾ, വിവിധ ഏജൻസികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാനും ആ രീതിയിൽ വീണയെ പ്രതിരോധിക്കാനും പല സമൂഹ മാധ്യമങ്ങളിലാകട്ടെ മുഖ്യധാരാ മാധ്യമങ്ങളിലാകട്ടെ തെരുവിലിറങ്ങിയാകട്ടെ ആ ഒരു ആവേശമൊന്നും കോടിയേരിയുടെ കുടുംബത്തെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി കാണിച്ചിരുന്നില്ല. അപ്പോ ഇന്നലെയും ഒരു മാധ്യമത്തിന് ബിനീഷ് കോടിയേരി അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മളെ എന്താണ് അമ്മേ പാർട്ടി രക്ഷിക്കാത്തത്? നമുക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ ആരുമില്ലാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് ആരുമില്ലാത്തത് എന്നൊരു ചോദ്യം ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു ഹൃദയവേദന വന്നപ്പോൾ. അപ്പൊ അദ്ദേഹത്തെ ഇപ്പോ ഒരു വൃണിത ഹൃദയനും ഒരു പീഡിതനും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ആളും അങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നിരിക്കുന്നു. മാത്രമല്ല, ഈ ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്ന പാർട്ടി, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം പുതുക്കണം എന്ന അപേക്ഷ ബിനീഷ് കോടിയേരി നൽകിയിട്ടും പക്ഷെ അദ്ദേഹത്തിന് അംഗത്വം പുതുക്കാതിരുന്ന പാർട്ടി പെട്ടെന്ന് പിണറായി വിജയന്റെ മകളുടെ വിഷയം വന്നതിന് ശേഷം ഉടൻ തന്നെ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കി നൽകുന്നു. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി അന്ന് അവിടെ നടന്ന പ്രതിഷേധത്തിൽ മുന്നിൽ വരുന്നു. അപ്പോ ബിനീഷ് കോടിയേരി വളരെ ശ്രദ്ധിച്ച് ചുവടുവെച്ച് അദ്ദേഹം ജനശ്രദ്ധയില് അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിലൊക്കെ തിരികെ എത്തിയിരിക്കുക. ഇപ്രാവശ്യം പഴയ ബിനീഷ് കോടിയേരി അല്ല. പണ്ടത്തെ അദ്ദേഹത്തിന്റെ എടുത്തുചാട്ടമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയോ ഒന്നുമല്ല. വളരെ ആലോചിച്ചു അതീവ ശ്രദ്ധയോടും കൂടി തന്നെയാണ് ബിനീഷ് കോടിയേരി ഓരോ വാക്കും പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്ന, ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്, താൻ പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ പല നടപടികളും ഉണ്ടായതെന്നും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ കൃത്യമായിട്ടും അദ്ദേഹം ഒരു പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ഒരു
നിലപാട് തറയിൽ അദ്ദേഹം കയറി നിൽക്കുകയാണ്. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ സമൂഹത്തിന് മുഴുവൻ ഇപ്പൊ കാണാം. അദ്ദേഹം സ്വയം ഒരു പരിവേഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊന്ന് ഞാൻ ബിനീഷ് കോടിയേരി എന്തോ മഹത്തായ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തെന്നോ മഹത്തായ കാര്യം ചെയ്തെന്നോ രണ്ടും എനിക്ക് അങ്ങനെ രണ്ട് വിശകലനം ഞാൻ നടത്തുന്നില്ല. പക്ഷേ ബിനീഷ് കോടിയേരി സാധാരണ ഇപ്പൊ CPM-ന്റെ യുവ നേതാക്കന്മാരൊന്നും കാണിക്കാത്ത രാഷ്ട്രീയ കൗശലം കാണിക്കുകയും അതിന്റെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു പെട്ടെന്ന്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെ ഒരു തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു ഇമേജ് ആണ് ഇപ്പോ ബിനീഷ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബിനീഷ് ഇപ്പോ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി എന്ന ഒരു ഇമേജാണ്, ഒരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അതിന്റെ പിന്നിൽ ഒരു പ്ലാനിങ് ഉണ്ട്. പല ആൾക്കാരും പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ബിനീഷ് കോടിയേരി ഷോൺ ജോർജുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അപ്പോ ഈ പിണറായിയുടെ മകൾക്കെതിരെ ഈ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം കേസുമായിട്ട് മുന്നോട്ട് നീങ്ങിയതിന്റെ യഥാർത്ഥ കാരണക്കാരൻ ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് എന്ന വ്യക്തി ഈ കേസിന് പുറകെ പോയി കോടതിയിൽ പോയി ഉത്തരവ് സമ്പാദിച്ചതിന് ശേഷമാണ് കേന്ദ്ര ഏജൻസികൾക്ക് അനക്കം വെച്ചതും പിന്നീട് അവർ ഈ കേസിൽ വലിയ ശക്തമായ നിലപാടിലേക്ക് പോകുന്നതും. ഇതിന്റെ പിറകിൽ ഷോൺ ജോർജ് ഉണ്ട്. അതായത് ഏജൻസികൾ ഒന്ന് പതുങ്ങിയാൽ പിറകിൽ നിന്നുകൊണ്ട് ഷോൺ ജോർജ് അവരെ തള്ളും. അപ്പൊ അങ്ങനെയുള്ള ഷോൺ ജോർജിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ബിനീഷ് കോടിയേരി ഇതിനകത്തിൽ ഇടപെടുമ്പോൾ, പ്രതിഭാഗത്തെ രക്ഷിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ സന്ദേശത്തിലെ കുമാരപിള്ള സാറിനെ പോലെ ആരെങ്കിലും ഒക്കെ സംശയിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ആ സംശയം ഒരു ഗൂഢാലോചന സിദ്ധാന്തമായിട്ട് തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പിണറായി വിജയനേക്കാൾ ബുദ്ധിയുടെ കാര്യത്തിൽ 1 കിലോമീറ്റർ മുന്നിലാണ് ബിനീഷ് കോടിയേരി, അല്ലെങ്കിൽ പിണറായിയുടെ മക്കളെക്കാളൊക്കെ വളരെ മുന്നിലാണ് കോടിയേരിയുടെ മകൻ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു രാഷ്ട്രീയത്തിൽ വന്നു. അദ്ദേഹം നഷ്ടപ്പെട്ട ഇമേജ് അദ്ദേഹം വീണ്ടെടുത്തു. അദ്ദേഹം ഇനി സ്വന്തം ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണ്. അതാണ് ഇന്നത്തെ മാധ്യമ വാർത്തയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഏതൊരു രാഷ്ട്രീയ നേതാവിനും രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ആരോപണം കേൾക്കേണ്ട വരും, ആരോപണത്തിന് മറുമരുന്ന് കൊടുക്കേണ്ട വരും, സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യേണ്ട വരും. പക്ഷേ CPM പോലൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ബിനീഷിനേക്കാൾ എത്രയോ വലിയ കുറ്റവാളികൾ CPM-ൽ മെമ്പർമാരായിട്ടുണ്ട്. എത്ര വലിയ ആരോപണം കേട്ടവരുണ്ട്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യയ്ക്കെതിരെ വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവര് കാരണമാണ് ഒരു വിദേശ വ്യവസായി ആത്മഹത്യ ചെയ്തത്. അത് എന്നിട്ടും അവർക്ക് പാർട്ടിയുടെ പിന്നെ യാതൊരു പിന്തുണയും ഇല്ലെങ്കിലും അവർക്ക് സീറ്റ് കിട്ടി. ആ സീറ്റിൽ പൊട്ടിത്തകർന്ന് പാളീസായി. എന്നിട്ടും ഭർത്താവിന് ഒരു ഉളുപ്പുമില്ലാതെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് പത്രക്കാരൊക്കെ ചോദിച്ചു, താങ്കൾ പറയുന്ന മലയാളത്തിൽ ഒന്ന് സംസാരിക്കാമോ എന്ന് വരെ അദ്ദേഹത്തിനോട് ചോദിച്ചു. കാരണം അദ്ദേഹത്തെ ഏതോ ജാർഗണുകളൊക്കെ അടങ്ങുന്ന ഏതോ ഒരു ഭാഷയിലാണ് അദ്ദേഹം കമ്മ്യൂണിസത്തെ കുറിച്ചും പ്രത്യയശാസ്ത്രവും ഒക്കെ സംസാരിക്കുന്നത്. എന്തായാലും ശരി, അതുപോലെ തന്നെ എത്രയോ സ്വർണ്ണക്കടത്തുകാരാണ് CPM-ന്റെ അനുയാത്രികരായിട്ടുള്ളത്. കണ്ണൂർ ജയിലിലൊക്കെ കിടക്കുന്ന എത്രയോ പേർക്ക് പാർട്ടിയുടെ സജീവ പിന്തുണയുണ്ട്. അപ്പോ ബിനീഷ് കോടിയേരിക്ക് ഇപ്പം കൊടിസുനിക്കും അർജുൻ ആയങ്കിക്കും ആകാശ തില്ലങ്കേരിക്കും ഒക്കെ കിട്ടുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ അത്ര പോലും ബിനീഷ് കോടിയേരിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് അവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഗൂഢാലോചനയൊക്കെ രാഷ്ട്രീയ കൗശലം കൊണ്ട് ബിനീഷ് നേരിടാൻ തുടങ്ങിയിരിക്കുക. ബിനീഷ് പന്ത് എതിരാളിയുടെ കോർട്ടിൽ എത്തിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ബിനീഷിനൊപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ശരി, പിണറായിയുടെ മകൾക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ കോടിയേരിയുടെ മകന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ബിനീഷ് പക്ഷെ വളരെ കൗശലപൂർവ്വമാണ്. അദ്ദേഹം പിണറായിയുടെ ഒരു അനുയായിയായിട്ടും പാർട്ടിയുടെ പരമാധികാരത്തിന് വിധേയനായ വ്യക്തിയായിട്ടും, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ED റെയ്ഡ് നടന്നപ്പോൾ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നടന്നപ്പോൾ പ്രതിഷേധിക്കാൻ എത്തിയത്, അതിനു മുമ്പ് തന്നെ എനിക്ക് പാർട്ടി അംഗത്വം കിട്ടിയിരുന്നു. അതിനുശേഷമല്ല എനിക്ക് പാർട്ടി അംഗത്വം കിട്ടിയത്. പിണറായിയെ സർവ്വ രീതിയിലും പൊതുജന മധ്യത്തിൽ
പ്രതിരോധിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ അത്തരം പ്രതിരോധങ്ങളൊക്കെ നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് മറക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനോട് ചെയ്ത പ്രവർത്തികൾ എന്നുള്ളതും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്തായാലും ശരി, പുതിയൊരു ഒരു ഒരു ലൈൻ CPM തുറന്നിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇനി ബിനീഷിനെ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. ആദ്യ ചൂട് അദ്ദേഹം വിജയകരമായിട്ട് ആദ്യത്തെ അംഗം ജയിച്ചു കഴിഞ്ഞു. അപ്പോ ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് കയറുകയാണ്. ആ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചു, ക്വാർട്ടർ ഫൈനലിലേക്ക് കയറി. ക്വാർട്ടർ ഫൈനലിൽ നിന്ന് അദ്ദേഹം എങ്ങനെ പോരാടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബിനീഷ് ഒറ്റയ്ക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. പിണറായിക്കും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും തീർച്ചയായിട്ടും ഒരു പോരാട്ടം ബിനീഷ് ഉയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളും വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.